എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് അനുഭവിച്ചു തന്നെ അറിയണം. ടീച്ചർ അമ്മ എന്നുള്ള വിളി. പക്ഷേ അധ്യാപിക എന്ന നിലയിൽ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള ഒരു നൃത്ത സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് വേറെ കുട്ടികളുടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ടീച്ചറല്ലേ പ്രോഗ്രാം നടത്തുന്നത്, അതുകൊണ്ട് ടീച്ചർക്ക് എന്തിനാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്താൻ അമൗണ്ട് അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ മക്കൾക്കാണെന്നുള്ള തോന്നല് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അത് ടീച്ചർ പറഞ്ഞതിൽ തന്നെ ഉണ്ട്, ഇത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇപ്പൊ പ്രയുക്തി മുസഫ ബ്രാഞ്ചിന്റെ ആഘോഷം ഒരു വൻ വിജയമായിരുന്നു. ISCയിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ എന്ന പ്രസ്റ്റീജിയസ് ഓർഗനൈസേഷനിൽ ഇത്രയ്ക്ക് ക്രൗഡ് ഒരു ക്ലാസിക്കൽ പ്രോഗ്രാമിന് ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ലേ ചെയ്യും. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ടൈമിംഗ് മുതൽ തുടങ്ങുന്ന ഒരു ടൈമിംഗ് മുതൽ അവസാനിക്കുന്നത് ഒരു മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ടൈമിംഗ് പറയുന്നപ്പോ ഇതിന്റെ കമ്പോസിഷന്റെ പുറകെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ ഐറ്റംസ് ഇന്ന പാട്ടുകളായിരിക്കും, ഇന്ന കുട്ടികൾക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഈ പാട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, അവർക്ക് കൊടുക്കേണ്ട കൺസെപ്റ്റ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് അത് കൊറിയോഗ്രാഫി ചെയ്യുന്നത് ചിലപ്പോൾ മിക്കവാറും ഞങ്ങൾ മോർണിംഗിലോ രാവിലത്തെ ടൈമുകളിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ കൊറിയോഗ്രാഫി ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഓൺ സ്പോട്ട് കൊറിയോഗ്രാഫികളല്ല ഇതൊന്നും. അപ്പോൾ ഓരോ കുട്ടിയുടെ ഐറ്റംസുകൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ആ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ട് ആ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള പാട്ടും സംഗീതവും എടുത്തുകൊണ്ട് പറ്റുന്നില്ല. നമ്മള് ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയുടെ ഡിപ്രഷൻ ആണോ എനിക്കതറിയില്ല എന്താ സംഭവം എന്ന്. നമ്മളല്ലാത്ത അവസ്ഥ ആവുന്നു. ഈ വേദന മാത്രമേ ഉള്ളൂ. എല്ലാ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴും ആർക്കും ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നില്ല. ഈ പെയിൻ 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 അത് മാത്രം. അതുള്ളില് സഹിക്കാൻ പറ്റാത്ത ഉള്ളിൽ സഹിക്കാൻ പറ്റാത്ത, ചിരിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. എന്നിട്ട് ഈ 15 വർഷം ചിലവർ പറയും അയ്യോ ഡിപ്രഷൻ ആണ് എന്നൊക്കെ പറയും. പക്ഷെ അത് ഡിപ്രഷനും മൈഗ്രെയിനും ഒന്നും അല്ല. കാരണം ഒരിക്കലും ഡാൻസറെ പോലെ ഇങ്ങനത്തെ ഒരു ആൾക്കാർക്ക് ഒത്തിരി ഡിപ്രഷൻസ് ഒന്നും വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. വേദന വരും പറയണം ആളുകൾ, ഈ വേദന ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുണ്ട്, ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് അറിയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല ഇത് പറയാനും. ഇത് ജനങ്ങൾ അറിയാത്തവർക്ക് അതൊരു ഉപകാരപ്പെടണമെന്ന് എനിക്കത് കൂടെ വിളിക്കാൻ പറ്റില്ല. ഞാൻ മക്കളെ മാത്രമേ അവരെ വിശേഷിപ്പിക്കാറുള്ളൂ. ചീത്ത പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, അതൊക്കെ വേറെ വിഷയം. അത് ചീത്ത പറയാനുള്ള റൈറ്റ് എന്തുകൊണ്ടാണ്? ഒരു അച്ഛനും അമ്മയും സ്വന്തം മക്കള് ചീത്ത പറയുന്നുണ്ട്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ ഇടപെടലുണ്ടാവുള്ളൂ. അത് കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു തന്നെ വളരണം. അല്ലാണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ സ്നേഹം മാത്രമല്ല കൊടുക്കേണ്ടത്. ആ സ്നേഹത്തിന്റെ വാല്യൂ അറിയണമെങ്കിൽ ഇതുപോലെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ കൂടെ നമ്മൾ ഉണ്ടാക്കണം. അതായത് ചെറിയ ചെറിയ ഇപ്പൊ ലേറ്റ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ അത് ചെയ്യാത്ത ഹോംവർക്ക് ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ വരികയോ ഒരു 5 മിനിറ്റ് അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ 10 മിനിറ്റ് എന്താ പ്രാക്ടീസ് ചെയ്യാത്ത എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നമുക്ക് ഉണ്ടാവണം. അത് വേണ്ട ടീച്ചർക്ക്. ചില വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും എനിക്ക് അപ്പൊ തോന്നിയിട്ടുണ്ട്, നൃത്തം ഉപേക്ഷിക്കണം എന്നല്ല, ഈ ഫീൽഡിൽ തന്നെ ഇനി പോണോ എന്നുള്ള നിമിഷങ്ങളൊക്കെ നമുക്ക് തോന്നി. അങ്ങനെ ചിന്തിച്ചൂടെ ടീച്ചറെ? അതുകൊണ്ടല്ല, അത് അതിന്റെ പിന്നിലുണ്ടാകുന്ന വേദന ഭയങ്കരമായിട്ടാണ്. ടീച്ചറെ ഒരു പറച്ചിലുണ്ട്, എന്തെന്ന് വെച്ചാല് ദൈവം, അതായത് നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങാവുന്നതേ തരും. ടീച്ചറിന് ഇത് തരുന്ന എന്തിനാന്ന് വെച്ചാൽ അപ്പൊ ടീച്ചറിന്റെ ക്രിയേറ്റീവ് മൈൻഡ് കുറച്ചും കൂടെ ഓണാവും, പുതിയൊരു സംഭവം വരും. പിന്നെ 2027 നടക്കാൻ പോകുന്ന പ്രയുക്തിയിൽ ഏത് തരം ഡാൻസ് ഡ്രാമയാണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ സപ്പോർട്ടും അച്ഛൻ അമ്മ ഒരു പ്രായം വരെ, തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള യാത്രയിൽ അവര് തന്നെയാണ് എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാം. എന്നെങ്കിലും ഇത് വേണ്ട, കാരണം ഇതിന് അതിൻ്റെതായിട്ടുള്ള ടീച്ചറിന് ഒരു പ്രത്യേക ഹൈലൈറ്റ് ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുൾ ഓൺ ടീച്ചറിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ പെർഫോമറിന്റെ പ്രത്യേകത, പ്രിയ മനോജ് എന്ന പെർഫോമർ ആണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഞാൻ ഇന്നും കൂടുതൽ മോഹിനിയാട്ടത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ടീച്ചറെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണോ ആരാധനയാണോ എനിക്കറിയില്ല. ആ വേ ഓഫ് ടീച്ചിങ് ഒക്കെ നമ്മൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും, മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഞാൻ ഏത് സമയത്ത് ചെന്നാലും ഇപ്പൊ ടീച്ചർ തിരക്കാണെങ്കിൽ പറയും മോളെ ഞാനിപ്പോ തിരക്കാണ്, ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ടീച്ചറിന്റെ കൺവീനിയൻസിനനുസരിച്ച് ഞാനും അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചർ പറയും ശരി മോളെ നാളെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതൊരു വല്ലാത്ത റിലേഷൻഷിപ്പാണ്, ഏറെ പവിത്രമായ ഒരു ഗുരു ശിഷ്യ ബന്ധം. തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ നമ്മളെയും മനസ്സിലാക്കാൻ പറ്റണം, എനിക്ക് ഗുരുവിനെയും മനസ്സിലാക്കാൻ പറ്റണം. തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ അതിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ? ഈ ധാരാളം സ്നേഹിക്കുന്ന കുട്ടികൾ. ആ കുട്ടികളാണ്
ഒരു വലിയൊരു സമ്പാദ്യമാണ്. ഇന്നും ടീച്ചർ അമ്മേ എന്ന് വിളിക്കുന്ന എൻ്റെ ഒരു 10-20 വർഷം മുന്നേ എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികളാണ്. ഹോ, അപ്പൊ ആ കുട്ടികൾ ഇന്ന് എന്നെ വിളിക്കുന്നത് ടീച്ചർ അമ്മ എന്നാണ്. ഓ അപ്പൊ ഞാനും അപ്പോഴും ആലോചിക്കുന്നു, ആ ഒരു ഇതിലേക്ക്